ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊന്നും നിങ്ങൾ കാണാതെ പോകരുത്, അറിയാതെ പോകരുത്, മനസ്സിലാക്കാതെ പോകരുത്. നമ്മുടെ സിസ്റ്റർമാർ 9 ദിവസം തടവറയിൽ ഓരോ മിനിറ്റുകൾ ഓരോ വർഷത്തിന്റെ ദൈർഘ്യമുള്ളതായിരുന്നു എന്ന് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. കേൾക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക. അരമനകളിലെ കയറിയിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയതയാണുള്ളത്, മതവിദ്വേഷമാണുള്ളത്. രാജ്യദ്രോഹം കുറ്റം ചുമത്തി കന്യാസ്ത്രീകളെ തന്നെ ജയിലിലടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒറ്റപ്പെട്ട ഒന്നല്ല, ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗം കൂടിയാണ്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും കുറ്റം ചുമത്തപ്പെട്ട് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത 2 മലയാളി കന്യാസ്ത്രീകൾ 9 ദിവസം ജയിലിൽ കിടന്നു. മനുഷ്യക്കടത്തും മതപരിവർത്തനവും തന്നെയാണ് കേസെന്ന് BJP മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പരസ്യമായി പലവട്ടം പ്രഖ്യാപിച്ചു. കേരളം ഒന്നടക്കം അതിനെ ചോദ്യം ചെയ്യുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ക്രൈസ്തവ സഭകൾ സമരവുമായി രംഗത്ത് വരികയും ചെയ്തു. സന്യാസികളെ മാനിക്കുന്ന ഭാരത സംസ്കാരത്തിൽ 2 കന്യാസ്ത്രീകൾ അവരുടെ വേഷത്തിൽ കാണപ്പെട്ടതിനെ ഇത്രയും അപമാനിക്കേണ്ട കാര്യം എന്താണ്? അവരെന്ത് ദ്രോഹമാണ് ചെയ്തത്? ഈ സിസ്റ്റേഴ്സിന്റെ മേൽ കാണിച്ച ഈ ഒരു പ്രവൃത്തി നമ്മുടെ രാജ്യത്തിന്റെ കളങ്കമാണ്. അത് തിരുത്തണം. ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ട് മോദി സർക്കാരിന്റെ ഒരു പിന്തുണ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല, അടുത്ത ഗ്രീക്കും കൊണ്ട് വരട്ടെന്ന് നോക്കാം. ഞങ്ങൾക്ക് സുരക്ഷിത